Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാരും ഉണ്ടല്ലോ, വീണേച്ചിയും തമ്പുരു ചേച്ചിയും പൈങ്കിളി ചേച്ചിയും പിന്നെ ഗൗതം ചേട്ടനും അങ്ങനെ എല്ലാരും ഉണ്ടല്ലോ. എടീ ചേച്ചി, നിന്നോട് പറഞ്ഞേ. അല്ലടി ചേച്ചി, ആരെയും മെനഞ്ഞിട്ട് ചോദിക്കുവാ, നിനക്ക് കാര്യമായിട്ട് എന്താ പറ്റിയേ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ ഇങ്ങനെ തന്നെയാണല്ലോ. വയ്യായി കണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നാ പോരെ, എന്തിനാ ഇങ്ങോട്ടേക്ക് വരാൻ നിന്നേ? അതൊന്നും എനിക്കൊരു വയ്യാകിയില്ല, ഒക്കെ നിന്റെ തോന്നലാ. ഇതൊക്കെ എന്റെ തോന്നലാണോ അല്ലയോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒന്നുറപ്പാ, നിന്റെ ഈ പോക്കെ നല്ലതിനല്ല. നന്ദു, വെറുതെ എഴുതാപ്പുറം വയ്ക്കാണ്ട് എന്നെ കൊണ്ടാക്കിയില്ലേ, ഇനി പോവാൻ നോക്ക്, ചെല്ലേ. എടി, നിനക്കിത് കാര്യമായിട്ട് എന്താ പറ്റിയേ? എവിടെങ്കിലും പോവാന്ന് പറഞ്ഞപ്പോ അങ്ങ് അണിഞ്ഞൊരുങ്ങി നടക്കുമല്ലോ. ഇന്നെന്തേ അമ്പലത്തിലേക്കൊന്ന് പറഞ്ഞിട്ട് ഒരു പൊട്ട് പോലും വെക്കാഞ്ഞേ? പൊട്ട് വെച്ചിട്ടില്ലേ? വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചോദിക്കോ? അത് തിരക്കിട്ടങ്ങ് പോന്നോണ്ട് ഞാൻ മറന്നതായിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, നീ ഇപ്പൊ പഴയ ഉണ്ണിമോളല്ല, എന്റെ പഴയ ചേച്ചിയല്ല. എന്തൊക്കെയോ നീ വീട്ടിൽ നിന്ന് മറക്കുന്നുണ്ട്. വൈകാതെ അത് ഞാൻ കണ്ടുപിടിക്കും, നോക്കിക്കോ. നന്ദു, നീ ഓരോ പിച്ചും പിയും പറയണ്ട, മിണ്ടാതെ പോവാൻ നോക്ക്. ആഹാ, ചേച്ചി അനിയനും എത്തിയല്ലോ. ഹായ് ഗൗതം ബ്രോ. അല്ല, ഇത് ശരിക്കും നന്ദോട്ടൻ തന്നെയാണോ? ആളാകെ മാറിയല്ലോടാ. ലൈഫില് ചേഞ്ച് ഒക്കെ വേണ്ടേ ബ്രോ? അതെ അതെ, ചേഞ്ച് ഒക്കെ നല്ലേനാ. അല്ല, ഇവക്ക് ഇതെന്ത് പറ്റി? ഉണ്ണിമോളെ. ഗൗതം ബ്രോ, എന്ത് പറ്റി? വയ്യേ? ഹേയ്, അങ്ങനൊന്നുമില്ല. അത് വരുമ്പം തിരക്കിട്ട് പാഞ്ഞു വന്നോണ്ടേ പൊട്ടൊന്നും വെച്ചില്ല, അതാ അങ്ങനെ തോന്നുന്നേ. ഓ, അത് ശരി. അതാ മുഖത്ത് ഒരു വയ്യായിക പോലെ അല്ലേ? അല്ലടാ, നിനക്കിന്ന് ക്ലാസ് ഇല്ലേ? ഉണ്ടായിരുന്നു, പക്ഷേ ലീവ് ഇട്ട്. അമ്പട കള്ളാ. അല്ല, നിങ്ങളൊക്കെ ലീവ് ആക്കുമ്പം എനിക്ക് ലീവ് ആക്കാലോ, അതാ. കൊള്ളാം കൊള്ളാം. അല്ല, അടുത്തെന്താ പ്ലാനേ? എന്തേ, എവിടെങ്കിലും പോവാനുണ്ടോ? അത് ഫ്രണ്ട്സിന്റെ കൂടെ ഗപ്പിനെ എടുക്കാൻ വേണ്ടി പോവാൻ വേണ്ടി വിളിച്ചായിരുന്നു. പക്ഷേ ചേച്ചിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിട്ടേ പോവാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഇപ്പൊ ഫ്രീയാ. അത് പിന്നെ ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോവാണ്ടിരിക്കുന്ന മോശല്ലേ? നീ ചെല്ലേ, ചേച്ചിനെ കൊണ്ടാക്കുന്ന ടൈം ആവുമ്പം തിരിച്ചു വന്നാ മതിയല്ലോ. അല്ല, അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചേ, പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ലെന്നേ. അമ്മ തിരിച്ചിവളെ കൊണ്ടാക്കിട്ട് പോയിക്കോന്നാ പറഞ്ഞേ. അതുകൊണ്ട് ഇനിയിപ്പോ റിസ്ക് എടുക്കുന്ന എന്തിനാ, ഇത് കഴിഞ്ഞിട്ട് തന്നെ പോവാം. ചേടാ, ഇവന് പോയില്ലെങ്കിൽ പ്ലാനൊക്കെ ഫ്ലോപ്പ് ആവല്ലോ. എങ്ങനെങ്കിലും ഇവനെ പറഞ്ഞയച്ചേ പറ്റൂ. അത് പിന്നെ അമ്മ ഇവിടെ നിങ്ങൾ ഒറ്റക്കായിരിക്കും വിചാരിച്ചിട്ടേക്കുന്നേ. ഇവിടെ നിങ്ങളെ അമ്മായി ഉണ്ടല്ലോ, അതായത് നന്ദിനി ആന്റി, മിനി ആന്റി, പിന്നെ പോരാത്തിന് വീണ, തമ്പുരു, പൈങ്കിളി, പിന്നെ എന്റെ ചേച്ചിയും ചേച്ചിന്റെ മോളും എല്ലാരും ഉണ്ടെന്നേ. നീ പോയിട്ട് വാടാ, ചില്ലായിട്ട് പോയിട്ട് വാ. കാരണം ഫ്രണ്ട്സ് വിളിച്ചിട്ട് പോയില്ലാന്നുണ്ടെങ്കിലേ അവന്മാർക്കൊരു ഉടക്കണ സ്വഭാവം ഉണ്ട്. വെറുതെ എന്തിനാ? അതുകൊണ്ട് നീ ചെല്ലേ, വിളിക്കാൻ നേരം ആകുമ്പം ഞാൻ വിളിക്കാം, അപ്പൊ പോരെ. അപ്പൊ പോവാല്ലേ? അല്ല, അമ്മ അറിഞ്ഞാല്? അതൊന്നും അറിഞ്ഞാലൊന്നും പറയത്തില്ല. എന്തായാലും പോകുമ്പം അമ്മനോട് കാര്യം പറഞ്ഞേക്കേണ്ടേ. പിന്നെ വേറെ എവിടെയും പോവാണ്ടിരുന്നാ മതി. ഹേ, ഇല്ല, ഇവിടെ തൊട്ടടുത്ത് അവന്റെ പോരാ. വേഗം പോയി ഗപ്പി ഒന്ന് എടുത്ത് അവന്റെ വീട്ടിൽ കൊടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞാ ഞാൻ ഫ്രീയാ. അപ്പത്തേക്കും എല്ലാ കാര്യങ്ങളും ഫ്രീ ആവും. അതുകൊണ്ട് എന്റെ കാര്യം ഫ്രീ ആവാൻ? ഏയ്, അതൊന്നുമില്ല. എന്നാ നീ ചെല്ലേ, സമയം വേസ്റ്റ് ആക്കണ്ട. താങ്ക്സ് ബ്രോ. മണിക്കുട്ടൻ ചേട്ടനോട് പറഞ്ഞേക്കേണ്ടേ? അതൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ ചെല്ലേ. എടി ചേച്ചി, പോവാൻ നേരത്ത് വിളിക്കേണ്ടേ? കയ്യിൽ ഫോണില്ലേ? അതൊന്നും കയ്യിൽ ഫോണില്ല. പോവാൻ നേരത്ത് അമ്മേന്റെ ഫോണിന്ന് വിളിക്കാം, പോരെ? അങ്ങനെയാണെങ്കിലും മതി. പിന്നെ ഞാൻ പോയേനെ അമ്മന്റെ അടുത്ത് കത്തിച്ചു കൊടുക്കാൻ നിൽക്കല്ലേ. ഞാൻ ചേട്ടൻ പറഞ്ഞിട്ടാ പോണേ, മനസ്സിലായല്ലോ? ഓ, പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. നീ പോവാൻ നോക്ക്. പോകുമ്പം നോക്കിച്ചല്ലേ, ഫ്രണ്ട്സിന്റെ കൂടെ അവിടേക്ക് എവിടെ തിരിഞ്ഞു കളിക്കാനൊന്നും നിൽക്കണ്ട. കഴിഞ്ഞെങ്കിൽ വേഗം വരാൻ നോക്കേണ്ടേ? ഓക്കെ ഓക്കെ. അല്ല ഉണ്ണിമോളെ, നീ എങ്ങോട്ടാ? അത് തമ്പുരിന്റെയും പൈങ്കിളിന്റെ അടുത്തേക്ക്. അതൊക്കെ പോവാം. അതിന്റെ മുന്നേ മണിക്കൂട്ടനും എനിക്കും നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നീ ഒന്ന് വരോ? കാര്യം പറയാനോ? എന്താ കാര്യം ബ്രോ? അത് ഋഷിന്റെ കാര്യത്തിനെ പറ്റി സംസാരിക്കാനായിരുന്നു. നീ ഒന്ന് വാ. കാന്താരി, ചിന്ന ചേച്ചി, സോറി, നിന്റെ ഗോതം എന്തേന്ന് അവനെ പറ്റി എന്തിനാ എന്നോട് ചോദിക്കുന്നേ? എടീ, ചിലപ്പോഴേ ചിന്ന ചേച്ചിക്ക് നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലം അറിയത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും.
കൂടുതലാ. ഇതൊന്നല്ല, ഇത് മണിക്കുട്ടൻ ചേട്ടന്റെ കൂടെ പോയതാ. ഞാൻ കണ്ടില്ല. അതാ. കണ്ടില്ലെന്നോ? അല്ല, അപ്പൊ ആദ്യം നിന്നെ കാണാനല്ലേ ഐറനെ കൂട്ടി വന്നേ. അപ്പൊ നിങ്ങൾ ഇതുവരെയും മീറ്റ് ചെയ്തില്ലേ? ഭയങ്കരേ എന്റെ അടുത്ത് പേടിച്ച് കൂട്ടും കേട്ടോ. ആ, എന്നെ വന്ന് കണ്ടിട്ടൊക്കെയാ പോയത്. മണിക്കുട്ടൻ ചേട്ടൻ ഉള്ളതുകൊണ്ട് അവരെന്തോ തിരക്കില്ല. അതാ. ഓ, അത് ശരി. അവനൊന്ന് ഫ്രീ ആയിട്ട് വേണം ഒരു ഫാമിലി സെൽഫി എടുക്കാനേ. ഫാമിലി സെൽഫിയോ? എന്റെ പൊന്നോന്റെ പെണ്ണിന്റെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ പോലും ഞാൻ എടുത്തിട്ടില്ലല്ലോ. അപ്പം നമുക്കെല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ കൂടാമേ. അയ്യോ, അതൊക്കെ വേണോ? പിന്നെ വേണ്ടാണ്ട് നിന്നെ കാണുന്നു തോന്നുമ്പോഴൊക്കെ ആ ഫോട്ടോ എടുത്ത് കാണാലോ. എന്റെ തമ്പുരു ഭാഗ്യം ചെയ്തവളാ. എന്തേ, നിനക്കെന്തെങ്കിലും വിരോധമുണ്ടോ? അല്ല, ഫോട്ടോ എടുക്കുന്നോണ്ട്? വിരോധമൊന്നുമില്ല. അത് ഫ്രീ ആയി കഴിഞ്ഞാ എടുക്കാം. അതാണ്. അല്ല, എനിക്കറിയാലോ എന്റെ തമ്പുരിനെ ഞങ്ങളെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ എന്ത് മടി. എന്നാലും വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. എന്തോ പൊന്നെ? എന്തേലും എടുക്കാവേ. എന്നാ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കേ. ഞാന് മോളെയും കൂട്ടിയിട്ട് അമ്മമാരുടെ അടുത്തേക്കൊന്ന് പോട്ടെ. അവരെ കണ്ടപ്പോളേ മോളെ കാണണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലാട്ടോ. ആ, ഓക്കെ ചേച്ചി. ബൈ ഐറക്കുട്ടി. എന്നാ ഞാന് നന്ദിനാന്റിന്റെയും മിനാന്റിന്റെ അടുത്തേക്ക് പോട്ടോ. എന്തുണ്ടെങ്കിലും അങ്ങോട്ട് പോരട്ടോ. ആ, ഓക്കെ. അല്ല, ഈ ഉണ്ണിമോളെന്തേ വന്നിട്ട് ഇങ്ങോട്ട് വരാണ്ട് അവിടെ നിന്ന് സംസാരിക്കുന്നേ? എടി, അത് ഉണ്ണിമോളെയും കൂട്ടി ഋഷിന്റെ അടുത്തേക്ക് പോണം. അപ്പൊ അതിനു വേണ്ടിട്ടാ ഗൗതം ബ്രോയും ചേട്ടനും കൂടെ സംസാരിക്കുന്നേ. അപ്പൊ ചേട്ടന് ഉണ്ണിമോളെ ഋഷിന്റെയും കാര്യം അറിഞ്ഞ് അതൊക്കെ ഒരു വലിയ കഥയാടേ. എന്തൊക്കെയാടേ പറയുന്നേ? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അല്ല, എന്നിട്ട് ഇപ്പോഴാണ് എന്നോട് പറയുന്നേ? അതിന് പറയാൻ പറ്റിയ അവസരമൊന്നും കിട്ടിയില്ലല്ലോ. നീ വാ, എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. അതിനു മുന്നേ ഉണ്ണിമോളെ കൂടെ നമുക്ക് എന്റെ വീട് വരെ ഒന്ന് പോവാം. വീട്ടിൽ പോരോ? അല്ല, അമ്മയും മിനിയൊക്കെ ഇവിടെ അല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ? അതൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പോവാം. നീ ഒന്ന് കൂടെ വന്നാ മതി. ആ, അതൊക്കെ ഞാൻ വരും. അല്ല, ആരൊക്കെയാ പോണേ? ഞാനും നീയും ഉണ്ണിമോളും മാത്രല്ലേ? ഹേയ്, അല്ല, ചേട്ടനും ഗോതമ്പ് ബ്രോയും വരും. എന്നാ ഞാനില്ല, നിങ്ങൾ ചെല്ലേ. ഓ, നീ ആരത്തി എപ്പോ വാശി പിടിക്കണമെന്നൊരു ബോധം പോലും ഇല്ലാത്തവള്. നീ ഒന്ന് വരാൻ നോക്കിയേ. ദേ, ഞാൻ പറഞ്ഞ നീ കേൾക്കത്തില്ലേ? അതൊക്കെ കേൾക്കും, പക്ഷേ ഒരു പശയില്ല. മിണ്ടാതെ വരാൻ നോക്ക്. വാ. ഇത് ഉണ്ണിമോളെ ഋഷിനെ ചേർക്കാനുള്ള പ്ലാനോ അതോ എന്നെയും ആ ഗോതമ്പിനെ ചേർക്കാനുള്ള പ്ലാനോ? ഉണ്ണിമോളെ മുഖത്ത് നല്ല ടെൻഷൻ കാണുന്നുണ്ടല്ലോ. ഇനിയിപ്പോ മണിക്കുട്ടനെ കണ്ടിട്ടായിരിക്കോ? എന്നാ പിന്നെ ഞാൻ തന്നെ അങ്ങ് തുടങ്ങി വെക്കാം. ഉണ്ണിമോളെ. ഗൗതം ബ്രോ. അല്ല ഉണ്ണിമോളെ, നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? എന്ത് പറ്റി? ഒന്നുമില്ല മണിക്കുട്ടൻ ചേട്ടാ. അത് പിന്നെ എന്തേ, എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞതുകൊണ്ടാണോ? അത് പിന്നെ മണിക്കുട്ടാ, നീയും അവക്കൊരു ബ്രദറിനെ പോലെയല്ലേ? അതായിരിക്കും. നീയും കൂടെ ഈ കാര്യം അറിഞ്ഞെന്നറിഞ്ഞപ്പോ അവളാകെ ടെൻഷനായിട്ടുണ്ടാവും. നീ ഒന്ന് കൂളായിട്ട് സംസാരിച്ചു നോക്ക്. ഉണ്ണിമോളെ നോക്ക്, ഞാനാ നിന്റെ മണിക്കുട്ടൻ ചേട്ടൻ. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് തുറന്നു പറയാന്ന് ഞാൻ പണ്ട് മുതലേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കാര്യം അറിഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ നിന്നെ പറ്റി മോശമായിട്ട് വിചാരിക്കാനോ അല്ലെങ്കിൽ ഋഷിനെ പറ്റി മോശമായിട്ട് വിചാരിക്കാനോ ഒന്നും തന്നെ ഇല്ല. ചുരുക്കി പറയുകയാണെങ്കിൽ എനിക്ക് ദേഷ്യമുണ്ട്. അത് ഉണ്ണിമോളോടല്ല, അതെ അവനോടാ. അത് ഈ കാര്യത്തിനല്ലോ, അത് വേറൊരു കാര്യത്തിനാ. അതുകൊണ്ട് ഞാൻ അറിഞ്ഞെന്ന് വിചാരിച്ച് നീ ചുമ്മാ ഞാൻ എന്ത് വിചാരിക്കുന്നു വിചാരിച്ച് ടെൻഷൻ അടിക്കാനൊന്നും നിൽക്കണ്ട, കേട്ടല്ലോ? പക്ഷേ മണിക്കുട്ടൻ ചേട്ടാ, ഞാൻ കരുതി കൂട്ടി ഇതൊന്നും. ഉണ്ണിമോളെ, നീ ഇതാർക്ക് ക്ലാരിഫൈ ചെയ്യുന്നേ? എന്റെ ഉണ്ണിമോൾ എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടെ? മണിക്കുട്ടൻ ചേട്ടാ, ഇനിയെങ്കിലും ഒന്ന് ചില്ലായിട്ടിരിക്കണ്ട ഉണ്ണിമോളെ. നിന്നെ എങ്ങനെ കാണാൻ ഒരു രസമില്ലെന്നേ. ചിരിച്ചോണ്ട് നിൽക്കുമ്പോഴാ ഉണ്ണിമോക്കൊരു ഐശ്വര്യം തന്നെ അല്ലേടാ? പിന്നല്ല ഏട്ടനപ്പം എന്നോട് ദേഷ്യം. ഓ പിന്നെ ദേഷ്യപ്പെടാൻ മാത്രം നീ എന്ത് തെറ്റാ ചെയ്തേ? മണിക്കുട്ടൻ ചേട്ടാ,
നോക്ക്, ഒരു കുഴപ്പമില്ല. അവന് നിന്നോട് തോന്നിട്ടുള്ള ഫീലിങ്സ് എനിക്ക് റിയൽ ആയിട്ടാ ഫീൽ ചെയ്യുന്നേ. കാരണം ഞാൻ ഋഷിനെ ചെറുപ്പം തൊട്ടും കാണുന്നുണ്ട്. ആസ് എ ബ്രദർ എന്ന നിലയ്ക്ക് അവൻ ഇങ്ങനൊന്നും ഫൺ ചെയ്യുന്നത് ഇന്നവരെ കണ്ടിട്ടില്ല. അപ്പോ അവനവന്റെ മനസ്സ് തൊട്ടിട്ടായിരിക്കും ഈ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവുക. എന്നിരുന്നാലും അവൻ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ നിന്റെ മാത്രം തീരുമാനാ. കാരണം ഇത് നിന്റെയും കൂടെ ലൈഫാ. അതുമാത്രല്ല, ഇനിയിപ്പം നീ അവനെ അക്സെപ്റ്റ് ചെയ്താലും ശരി, നോ പറഞ്ഞാലും ശരി, അത് നിങ്ങൾ തമ്മിലുള്ള കാര്യാ. അത് കരുതി ഈ ഒരു കാരണം വെച്ച് ഞാൻ നിന്നെ വെറുക്കുന്നോ ദേഷ്യപ്പെടുന്നോ നീ വിചാരിക്കുന്നത് ഒട്ടും ശരിയല്ല. കാരണം എനിക്ക് എന്റെ പൈങ്കിളി എങ്ങനെയാണോ അതേപോലെ തന്നെയാ ഉണ്ണിമോളും തമ്പുരും ഒക്കെ. അപ്പം അത് നീ മനസ്സിലാക്ക്. എന്തുണ്ടെങ്കിലും എപ്പോ വേണമെങ്കിലും നിനക്ക് ഈ മണിക്കൂട്ടൻ ചേട്ടനോട് പറയാം. എപ്പോഴാ പറഞ്ഞേ? നീ ഇങ്ങനെ ചുമ്മാ എമോഷണൽ ആവല്ലേ. നീ കൂൾ ആയിട്ടിരിക്കേ. ആ പിന്നെ ഗൗതം പറഞ്ഞിരുന്നല്ലേ നമുക്കൊന്ന് ഋഷിനെ കാണാൻ. അത് പിന്നെ ഉണ്ണിമോളെ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാവുന്നതേ ഉള്ളൂ. നീ അവനോട് എന്തെങ്കിലും ആൻസർ പറയണമെന്നോ മിണ്ടണമെന്നോ അങ്ങനെ ഒരു കാര്യമില്ല. ഒന്ന് ജസ്റ്റ് നീ ഒന്ന് വന്നാ കൊള്ളായിരുന്നു. കാരണം അവനൊട്ടും ഓക്കെ അല്ല. നിന്നെ കണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാ എനിക്കൊരു ഹെൽപ്പായിട്ടെങ്കിലും. അയ്യോ, എന്താ മണിക്കുട്ടൻ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാന് വരാം. അപ്പൊ ഓക്കെ, അമ്മനോട് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ തന്നെ പോട്ടോ. പോകുമ്പം തമ്പുരിനെയും പൈങ്കിളിനെയും കൂടെ കൂട്ടിക്കോ. ഓക്കെ ഏട്ടാ. പൈങ്കിളി, വാട്ട് എ ജോഡി. ഇവര് ശരിക്കും മേഡ് ഫോർ ഈച്ച് അതേഴ്സാ. ഇവരെ കണ്ടോണ്ടിരിക്കാൻ തോന്നാ. ഞാൻ തന്നെ ഈ കപ്പിൾസിന്റെ വലിയൊരു ഫാനായി. രാജദ്രോഹി, ഇവിടെ എന്നെ നിർത്തിയിട്ട് നീ അവിടെ പോയി നിൽക്കുന്നോ? മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോ? ഞാൻ അങ്ങോട്ട് വന്നോ? എന്താ തമ്പുരാ, എന്തിനു പറഞ്ഞിരുന്നോ? ദുഷ്ടത്തി. എന്തേ, എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നോ? എനിക്കോ? എനിക്കൊരു പ്രശ്നമില്ല. അല്ല തമ്പുരാമോളെ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നോടൊന്നും പറയിപ്പിക്കല്ലേ. ഇല്ലേട്ടാ, അവക്കും നിലവിൽ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നേ. അല്ല, നമ്മൾ പോണ കാര്യം അമ്മയോട് സംസാരിച്ചായിരുന്നോ? ഇല്ല, അതിനു വേണ്ടി പോവാൻ വേണ്ടി നിൽക്കുക. അല്ല, അമ്മ എവിടെയുള്ളേ? അമ്മ അമ്പലത്തിലുണ്ട്. അതെനിക്കും അറിയാലോ. അമ്പലത്തിൽ എവിടെയാന്നാ ചോദിച്ചേ? എന്നാ നിങ്ങൾ ഇവിടെ നിൽക്ക്. ഞാൻ അമ്മനോട് പോയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോവാൻ പറ്റുമോ നോക്കട്ടെ. അവൾ ഈ പ്ലാൻ ഇടുന്ന തന്നെയേ നമുക്ക് കുറച്ച് പ്രൈവസി കിട്ടാനാന്നേ. അവസരം മുതലെടുക്കല്ലേ ഗോതമ്പ്. ചേട്ടനുണ്ടായി പോയി അല്ലോന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ആരാന്ന് കാണിച്ചെന്നേ. അപ്പോ ഞാൻ ഇതുവരെ കണ്ട കാന്താരില്ലേ ശരിക്കത്തെ കാന്താരി? ഷോ, ഐ ആം റിയലി എക്സൈറ്റഡ്. എനിക്ക് എന്റെ കാന്താരിന്റെ വേറൊരു മുഖവും കാണാൻ എക്സൈറ്റഡാ. കാണിച്ചു തരോ പ്ലീസ്? കാന്താരി കാന്താരി എന്നുള്ള ഈ വിളി നിർത്തിക്കോ. ഈ വിളി കേൾക്കുമ്പോ തന്നെ എനിക്കങ്ങ് തൊഴുത്ത് വരുവാ. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. യു ലൈക്ക് ഇറ്റ് ആണെങ്കിലേ വേറെ ആരെങ്കിലും പോയി വിളിക്കേ. എന്നെ അങ്ങനെ വിളിക്കണ്ട. ഇനി അങ്ങനെ വിളിക്കാനുള്ള അവകാശമൊന്നും ആർക്കും ഇല്ല. ശരിക്കും അങ്ങനെ വിളിക്കാനുള്ള അവകാശം ഈ ഗോതമ്പനില്ലേ? ഇല്ലെങ്കിൽ അത് കണ്ണു നോക്കി പറ. എന്നാ പിന്നെ ഞാൻ വിളിക്കത്തില്ല. എനിക്കാരെ കണ്ണു മൂക്കൊന്നും നോക്കി പറയാനൊന്നും പറ്റത്തില്ല. വിളിക്കണ്ടെന്ന് പറഞ്ഞ വിളിക്കണ്ട. അത് അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ കാന്താരി? ഓ, എന്റെ കണ്ണു നോക്കി സംസാരിച്ച അങ്ങ് ഫ്ലാറ്റ് ആയി പോന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഓക്കെ ഓക്കെ, നിന്റെ പേടിയും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ നമ്മള് പിണക്കത്തിലാണല്ലോ, അത് കണ്ടിന്യൂ ചെയ്ത് പോവാനുള്ള അടവായിരിക്കും അല്ലേ? എനിക്ക് ആരോട് പിണക്കമില്ല. ഞാൻ പോന്ന്. ഇവിടെ തന്നെ നിന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. എന്താടേ? കണ്ണടയ്ക്കാനോ? എന്തിനെ? അടയ്ക്കുന്നേ. അടച്ച്. അല്ല, നീ ഇപ്പൊ എന്താ വെച്ചേ? പൊട്ട്. എപ്പഴാ എന്റെ ഉണ്ണിമോള് പഴയ ഉണ്ണിമോളായേ? കാന്താരിയെ നിക്കാനാ പറഞ്ഞേ. ഗൗതം മര്യാദയ്ക്ക് കയ്യെന്ന് വിട്. ആരെങ്കിലും കണ്ടല്ലോ. ആ, എന്നാ പിന്നെ നീ ഒന്ന് നിക്ക്. കയ്യെന്ന് വിട്. ആരെങ്കിലും കണ്ടല്ലോ. കണ്ടാലെന്താ? ഞാൻ എന്റെ കാന്താരിയുടെ കയ്യിലേ പിടിച്ചിരിക്കുന്നേ, അല്ലാതെ വല്ലതൊന്നുമല്ലല്ലോ. ഇതേ തമാശ കളിക്കല്ലേ. ഈ അമ്പലത്തിലുള്ളവരൊക്കെ അറിയണല്ലോ ഗൗതം. ആരെങ്കിലും കണ്ട് വീട്ടിൽ പറഞ്ഞല്ലോ. അറിഞ്ഞല്ലോ ഗൗതം. തിരയണ്ട, എങ്ങനെ തന്നെ നിന്നോ. കണ്ട ഇതിനാ ഞാൻ ആദ്യം പറഞ്ഞേ.
അമ്മച്ചി വാ ഒന്ന് അടച്ചോളി, അല്ലാന്നുണ്ടെങ്കിലേ വല്ല ഈച്ചയും കേറി വാടകയ്ക്ക് താമസിക്കുന്നേ. അല്ല നിങ്ങള് അല്ല ഞങ്ങളെ കണ്ടിട്ട് മനസ്സിലായില്ലേ? നീയായിട്ട് എഴുതിയിൽ എണ്ണ അയച്ചു കൊടുക്കല്ലേ. ഞോതനെ അവര് കണ്ടില്ല നലച്ച് പേടിച്ച് നിൽക്കാം. അപ്പഴോ വാടകയ്ക്ക് മിണ്ടാതിരുന്നോ, അവര് പോയിക്കോളും. വെയിറ്റ് ആയി കാന്താരി, ഇതൊക്കെ ഒരു രസല്ലേ? എന്നോടൊന്നും പറയിപ്പിക്കണ്ട, മര്യാദയ്ക്ക് എന്റെ കയ്യെങ്കിലും വിട്, ഞാനിങ്ങനെ പോട്ടെ. ചിൽ ബേബി. എന്താ അമ്മച്ചി ഇങ്ങനെ നോക്കുന്നേ? കണ്ടിട്ട് മനസ്സിലായില്ലേ? അതെ, കണ്ടിട്ട് നല്ല പരിചയമുള്ള മുഖം. അതാ എങ്ങനെ നോക്കി നിന്നേ. ആ അറിയാം അറിയാം, കണ്ടിട്ട് പരിചയമുള്ളോണ്ടാ ഇങ്ങനെ നോക്കി നിന്നേ. എനിക്കറിയാം, അതാ ഞാൻ നിക്കാൻ പറഞ്ഞേ. അത് ശരി. അല്ല നിങ്ങള് അല്ല എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലയോ? ഞാനാ നിങ്ങളെ അയൽവാസി വിലാസിനിന്റെ പേരക്കുട്ടി. വിലാസിനിന്റെ പേരക്കുട്ടിയോ? അല്ല ഇവന്റെ അമ്മമ്മന്റെ പേര് ഇതല്ലല്ലോ. ഇനിയിപ്പോ അച്ഛമ്മന്റെ പേരായിരിക്കോ? അങ്ങനെയാണെങ്കിലും ഇവനെന്തിനോ ഇവന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരോട് പറയാൻ നിൽക്കുന്നേ? എന്റെ അമ്മച്ചി മനസ്സിലായോ? എപ്പോഴാ മനസ്സിലാവുന്നേ? വിലാസിനിന്റെ പേരക്കുട്ടിയാണല്ലേ? അല്ല എപ്പോഴാ ദുബായിന്ന് വന്നേ? ദുബായിന്ന് വന്നിക്കേ? എപ്പോഴും മനസ്സിലായില്ലേ? അമ്മച്ചി നാട്ടിലെ പരദൂഷണത്തിന്റെ പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നേ. അതാ ചുമ്മാ എറിഞ്ഞിട്ട് നോക്കിയതാ, പക്ഷെ എവിടെയോ കൊണ്ടിട്ടുണ്ട്. എന്താ പതിവില്ലാണ്ട് അമ്പലത്തിലേക്കൊക്കെ? അല്ല കൂടെയുള്ളത് എന്റെ ഗേൾ ഫ്രണ്ടാ. അത് ശരി. അല്ല കൊച്ച് ഇവളെ മനസ്സിലായില്ലേ? ഇവളെ നമ്മളെ ബാക്കത്തെ വീടിന്റെ മുന്നത്തെ വീടിന്റെ ഫ്രണ്ടത്തെ വീടിന്റെ സൈഡിലുള്ള വീടില്ലേ? അവിടെ നിങ്ങൾക്ക് അറിയും. എനിക്കറിയാന്നേ, ഞാൻ നിങ്ങളെ കൂടെയൊക്കെ അവരെ കണ്ടിട്ടുള്ളതാ. അവരെ പേര് രമണി. രമണിന്റെ പേരക്കുട്ടിയാ. അത് ശരി, രമണിന്റെ പേരക്കുട്ടിയാണല്ലേ? അല്ല ഇവക്കല്ലേ ഈ അടുത്ത് ഉറപ്പിക്കലൊക്കെ നടത്തിയിരുന്നത്? എനിക്കോ ഉറപ്പിക്കലോ? ഈ അമ്മച്ചിക്ക് ഇവരെ കണ്ട് വലിയ പ്രാന്താന്നാ തോന്നുന്നേ. ഈശ്വരാ, ഇതൊക്കെ എവിടെ പോയി അവസാനിക്കുമെന്തോ. അല്ല മോളെ, നീ എന്താ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നേ? ഇങ്ങോട്ട് നോക്കുന്നേ? അല്ല അമ്മച്ചിനെ അവസാനായിട്ട് അന്ന് ആ കല്യാണത്തിൽ വെച്ച് കണ്ടതല്ലേ? പിന്നെ ഞാനാണെങ്കിൽ കണ്ടതേ ഇല്ലെന്നേ. അങ്ങ് ആളൊക്കെ അങ്ങ് മാറിപ്പോയല്ലോ. ഗൗതം കാണിക്കല്ലേ, മര്യാദയ്ക്ക് അമ്മച്ചിനെ പറഞ്ഞയച്ചോ, അതാ നിനക്ക് നല്ലത്. കാന്താരി, അമ്മച്ചിക്ക് നമ്മളോടുള്ള കെയറിംഗ് കൊണ്ടല്ലേ. ഗൗതം, എന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട് പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് അമ്മച്ചിനെ പറഞ്ഞയച്ചോ, അതാ നിനക്ക് നല്ലത്. നിക്ക് അല്ല ഈ അടുത്ത് ഉറപ്പിക്കലൊക്കെ നടന്നുണ്ടായല്ലോ. ഇപ്പോ ഇത് അത് ഉറപ്പിക്കലൊക്കെ മുടങ്ങി. കാരണം അവക്ക് എന്നെയായിരുന്നു ഇഷ്ടം. പക്ഷെ വീട്ടിൽ നിർബന്ധിച്ച് വേറൊരാളായിട്ട് ഉറപ്പിക്കൽ നടത്തി. ഞങ്ങളത് ക്യാൻസൽ ചെയ്ത് ഞങ്ങളിപ്പോ കമ്മിറ്റഡ് ആയി. അതാ വേറൊന്നുമില്ല. പിന്നെ ഇന്ന് അമ്പലത്തിൽ അന്നദാനൊക്കെ ഉണ്ട്. കഴിഞ്ഞു പോണ മുന്നേ വേഗം പോയിക്കോളേ. അതേതായാലും നന്നായിക്കണേ. എന്തായാലും ചേരുമ്പടി വേണം ചേരാനേ. നിങ്ങള് സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കേ. എന്നാ അമ്മച്ചി പോട്ടെട്ടാ. ഓ ആയിക്കോട്ടെ അമ്മച്ചി. എന്തിനാടോ ആ പാവത്തിനെ പറ്റിച്ചേ? കണ്ടോ, അവര് സംസാരത്തിൽ തന്നെ അറിയാം എന്തൊരു നിഷ്കളങ്കതയാന്ന്. അതെ രമണീന്റെ പേരക്കുട്ടിക്ക് ആ ഡോക്ടർ ചെറുക്കൻ ആലോചന ചെയ്ത് വന്നപ്പോ മുതലേ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ ആലോചന ഒന്നെങ്ങനെയാ മുടക്കാന്ന്. ദയവായിട്ട് എന്റെ പ്രാർത്ഥന കേട്ടെന്നാ തോന്നുന്നേ. ചില്ലറൊന്നല്ലായിരുന്നു അഹങ്കാരം. ഈ കാര്യം നാട്ടുകാരെ അറിയിക്കാണ്ട് അങ്ങോട്ട് മുങ്ങി നടക്കുവല്ലേ? നീക്കടി, ഇന്ന് ഞാനൊന്ന് കുടുംബശ്രീയിലോട്ട് വരട്ടെ. നിന്റെ കാര്യങ്ങളൊക്കെ അവിടെ വിളമ്പുന്നുണ്ട് കേട്ടാ. അവര് പോയോ? പോയില്ലെന്ന് പറഞ്ഞോ? ഗൗതം കാണിക്കല്ലേ, അവര് പോയല്ലയോ? അവര് പോണ്ടാന്നായിരുന്നു എന്റെ ആഗ്രഹം, പക്ഷേ അവര് പോയി. എന്റെ ഈശ്വരാ, ഇനി ഇവിടുന്ന് പോണ മുന്നേ അവളെ എങ്ങനെ സമാധാനപ്പെടുത്തും എന്തോ. പോവാം. എന്തായാലും അമ്മയും നന്ദിനിയാന്റിയും ഒക്കെ വരണമെങ്കിൽ 2 മണിക്കൂർ പിടിക്കും. ആൾക്കാരൊന്നും എത്തിയിട്ടില്ല അത്രേ. അതുകൊണ്ട് ചോദിച്ചപ്പം നമ്മളോട് വെയിറ്റ് ചെയ്യണ്ടെന്നല്ലേ പറഞ്ഞേ. അതുകൊണ്ട് ഇനിയിപ്പോ വെയിറ്റ് ചെയ്യണ്ട, നേരെ വീട്ടിലേക്ക് പോവാ. ഫോൺ അടിക്കുന്ന കണ്ടില്ലേ, എടുക്ക്. എന്താടി ആലോചിക്കുന്നേ? ഫോൺ എടുക്ക്. അപ്പൊ നിനക്കും ഈ പ്രശ്നമുണ്ടല്ലേ? ഞാൻ ഇന്നലെ രാത്രി ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ നിർത്താതെ വരുന്നുണ്ട്. ഒരു ടെക്സ്റ്റ് അങ്ങോട്ട് അയച്ചപ്പം നിന്ന്
അതേപോലെ നിന്റെ നിർത്തിത്തരാം. ആ ഫോൺ ഇങ്ങത്താ. ആരില്ലാത്തോണ്ട് നിന്നെ വിളിക്കേ? നീ എന്തൊക്കെയാ പിച്ചും പിയാ പറയുന്നേ? ദേ അവരെ വിളിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ആ ഫോൺ ഇങ്ങത്താ. ഇന്നലെ രാത്രി ഞാൻ ആ ടെക്സ്റ്റ് അയച്ചതിന് ശേഷം എനിക്ക് കോള് വന്നിട്ടേ ഇല്ലെന്നേ. താ ഞാൻ അതേപോലെ ആക്കി തരാം. ഒന്നുമില്ല. നായ്ക്കുട്ടിയെ എന്നെ ഓടിച്ചോണ്ട് വന്നതാ. അതാ ഓടിങ്ങ് പോന്നേ. നായ്ക്കുട്ടിയോ? അത് ഒരു ക്യൂട്ട് പട്ടിക്കുട്ടി അമ്പലത്തിന്റെ ബാക്ക് സൈഡിൽ കണ്ടായിരുന്നു. അതാ കുറച്ചേരം അതിന്റെ കൂടെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒരിത്തിരി ഹോസ്പിറ്റൽ വെച്ചപ്പോ എന്തായിരുന്നു അവൾ അഹങ്കാരം? അയ്യോ അഹങ്കാരമില്ലാത്ത മുതലും ഇന്നലെ ഞാനൊരു പ്രോജക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു 5 മിനിറ്റിലേക്ക് ഹോസ്പിറ്റൽ വെച്ചപ്പോ എന്തായിരുന്നു ഇയാൾ അഹങ്കാരം? അപ്പോ ഇങ്ങോട്ട് എങ്ങനെയാണോ അതേപോലെ തന്നെ എനിക്ക് അങ്ങോട്ടും കേട്ടാ. തുടങ്ങി. അതിന് ഞാനിപ്പോ ഇയാളോട് സംസാരിക്കാൻ വന്നില്ലല്ലോ. പിന്നെന്താ പൈങ്കിളേ എങ്ങോട്ടേക്കാ പോണേ? അത് പിന്നെ ചേച്ചി ഇവിടെ പ്രസാദൊക്കെ കൊടുത്തു വരുമ്പോഴത്തേക്കും 2 മണിക്കൂർ ആവും അത്രേ. അതുവരെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചിട്ടേ എല്ലാരും പോവാൻ നിൽക്കായിരുന്നു. അല്ല ചേച്ചി വരുന്നോ? നമുക്ക് അങ്ങോട്ട് പോവാനേ. അവിടെ പോയിട്ട് എന്താ കാര്യം? ഇവിടെയല്ലേ പരിപാടി. അപ്പോ ഇവിടെയല്ലേ നിൽക്കേണ്ടത്. ആ അങ്ങനെ ഇയാൾക്ക് നിൽക്കണമെങ്കിൽ നിന്നോ. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞേ. ഞങ്ങളെ പോവാ. വേണമെങ്കിൽ വന്നേച്ചാ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിന്നാ മതി. ആരും നിർബന്ധിക്കുന്നില്ല കേട്ടാ. നിന്നോട് സംസാരിച്ചോന്ന്. രണ്ടാളൊന്ന് നിർത്തിക്കേ. അപ്പോ എന്റെ കാന്താരി ആളൊരു പൊട്ടിത്തെറി തന്നെയാ. നീ ഇപ്പം വരുന്നുണ്ടോ അതോ ഇവിടെ അമ്മമാരെ കൂടെ നിൽക്കുകയാണോ? ഈ വലിച്ചുനീട്ടിൽ കേട്ടതിന് അറിഞ്ഞൂടെ വരാൻ താല്പര്യമില്ലെന്ന്. വെറുതെ ചോദിച്ച സമയം കളയണ്ട. വാ നമുക്ക് പോവാം. ഞാനിപ്പോ നിന്നോട് പറഞ്ഞു വരുന്നില്ലെന്ന്. വെറുതെ ആവശ്യമില്ലാത്ത തൂക്കക്കറി വെടിവെക്കാൻ നിൽക്കല്ലേ. അപ്പൊ വരുന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഇതിന് മാത്രം ആലോചിക്കാൻ വേറെന്തിനാണ് ചോദിച്ചത്? ഞാനും വരുന്നുണ്ട്. അപ്പൊ വേഗം വരാൻ നോക്കിയേ. എല്ലാവർക്കും അങ്ങോട്ട് നടന്നു പോവാം. രുദ്ര, ഐ ആം റിയലി സോറി ഡേ. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായോണ്ട അന്ന് ഞാനത് തുറന്നു പറഞ്ഞേ. പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ ഇതൊന്നും. അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ നിന്നെ നോവിപ്പിക്കത്തില്ലായിരുന്നു. ഐ ആം സോറി രുദ്ര. ഋഷി നോക്ക്, ഇപ്പൊ പോലും നീ ഋഷിന്ന് വിളിക്കുന്ന ആ വിളി എന്റെ കാതിൽ കേട്ടോണ്ടിരിക്കുക. നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ലടേ. പക്ഷെ നിനക്ക് നോക്കി നിക്ക. മണിക്കുട്ടൻ ചേട്ടനും ഗൗതം ബ്രോയും പറഞ്ഞ പോലെ ഇവനൊട്ടും ഓക്കെ അല്ലെന്നാ തോന്നുന്നേ. നിന്നെ കാരണം ഈ പ്രശ്നമൊക്കെ ഉണ്ടായേ. അതുകൊണ്ട് നീ വേണം എല്ലാം സോൾവ് ചെയ്യാനേ. ഋഷി എന്തോ ഇവനെന്താ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തെ? ചിലപ്പോ മര്യാദക്ക് കേൾക്കാഞ്ഞിട്ടേക്കും. ഋഷി എന്താടി ചക്കരെ? സ്വപ്നത്തിലാണെങ്കിൽ പോലും നിന്റെ ആ ഒരു വിളി ഉണ്ടല്ലോ, അതിന് ഞാൻ അടിമയാടി. ഇവനെന്ത് പറ്റി? ഇനിയിപ്പം പ്രണയങ്ങാനം തലക്ക് പിടിച്ച് ഭ്രാന്തായി കാണോ? അടുത്ത് പോയാ കാടിക്കത്തൊന്നില്ലായിരിക്കും. കാരണം കുരയ്ക്കുന്ന പട്ടിനെക്കാട്ടും സൈലന്റ് ആയിട്ടിരിക്കുന്ന പട്ടിനെ വേണം പേടിക്കാനേ. ഇവനാണെങ്കിൽ ഓർക്കത്തിൽ എന്തൊക്കെയോ പിച്ചും പിയും പറയുന്നുണ്ട്. എങ്ങനെയപ്പോ ഇവനോടൊന്നും ഞാൻ സംസാരിക്കുന്നേ? പുറത്താണെങ്കിൽ വീണീച്ചുണ്ട്. വീണീച്ച് കാണുന്ന മുന്നേ സംസാരിച്ചിട്ട് വരാനാ പൈങ്കിളിയും തമ്പുരൊക്കെ പറഞ്ഞേക്കുന്നേ. രണ്ടും കൂടെ ഞാൻ എങ്ങനെ നോക്കാനാ? എന്തായാലും വേണ്ടില്ല, അവനെ ഒന്നും കൂടെ വിളിച്ചു നോക്കാം. ഋഷി എന്താ ഡാർലിംഗ്? ഡാർലിംഗോ? ഓർക്കത്തിലാണെങ്കിലും അവന്റെ കുറുമ്പിനൊട്ടും കുറവില്ല. ഋഷി
സ്വപ്നത്തിലെങ്കിലും എന്നൊന്ന് സ്നേഹത്തോടെ വിളിച്ചൂടേടി. ഇനിയും സ്നേഹം എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലേ ഒരു തൊഴി അങ്ങ് തൊഴിച്ചെണീപ്പിക്കാം. എന്തേ മതിയോ? രുദ്ര